ഈ പെട്ടി കണ്ടാൽ നമുക്ക് തോന്നുമോ ഇതിനൊരു 10-12 വർഷം പഴക്കമുണ്ടെന്നുള്ളത്? അതെ ഗൈസ്, ഇതിനൊരു 10-12 വർഷം മിനിമം ഇതിന് പഴക്കമുണ്ട്. അന്ന് മുതൽ ഞാനിതിന് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നും പറഞ്ഞ് എടുത്ത് വെച്ചേക്കണത്. എത്ര വർഷമാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. 10-12 വർഷം. ഇപ്പോഴാണ് എനിക്കത് ചെയ്യാനൊരു മൂഡ് വരുന്നത്. ഇതെന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ച് ടേബിളും എടുത്ത് വെച്ചതാണ് ഈ കാണുന്നത്. പിന്നെ ഇതിനും പിങ്ക് കളറാണോ ചേച്ചി കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചാൽ അതേ ഗൈസ്, ഇതിന് പിങ്ക് അല്ലാത്ത വേറെ ഏത് കളറാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഞാൻ പല രീതിക്ക് ചിന്തിച്ചു, പക്ഷെ എന്ത് ചെയ്താലും എനിക്ക് ഈ ഒരു തീമിലോട്ടേ ഈ പെട്ടിനെ കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൂ. ഒരുപാട് അലങ്കോലപ്പണികൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിരിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് ശരിക്കും അതുപോലെ തന്നെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കും ഒരു വിൻറ്റേജ് ലുക്ക് വന്ന മാതിരി അതിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫ്ലവർ വേസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്ലേ കൊണ്ടുണ്ടാക്കിയ റോസ് ഇല്ലേ, അത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിന് കറക്റ്റ് ആപ്റ്റായിട്ടൊരു സ്പേസ് കിട്ടിയെന്ന് തോന്നിയത്. നമ്മുടെ ആ പേൾസ് ഇല്ലേ, അതും കൂടി അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തപ്പോൾ മോനെ എന്താ ലുക്ക്, എന്താ ഭംഗി. എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും കാലം ഇത് സൂക്ഷിച്ച് വെച്ചത് തന്നെ നന്നായി എന്ന് എനിക്ക് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ ഇടാനും മറക്കല്ലേ. ടോപ്പ് കമൻറ്റേഴ്സിന് എന്തായാലും ഗിഫ്റ്റ് ഉണ്ടാവേ. ഓക്കെ, ബൈ.